ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ വന്നിട്ട് കഴിഞ്ഞ മുന്നത്തെ വീക്കെൻഡ് എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ രാവിലെ മോർണിംഗ് സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. വക്ര ബീച്ചിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ തലേന്ന് നല്ല മഴയൊക്കെ ആയിരുന്നു, റോഡിലൊക്കെ നല്ല വെള്ളം ഉണ്ടായിരുന്നു. അപ്പം ഫാമിലി ബീച്ചിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇറങ്ങിയപ്പോഴത്തേനും 5:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 5:45 സൺറൈസ്. തിരക്കുണ്ടാവില്ല, മഴയൊക്കെ ആയതുകൊണ്ട് അധികം തിരക്കുണ്ടാവില്ല എന്ന് വിചാരിച്ചത്. പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു. തലേന്ന് തൊട്ട് അവിടെ ആൾക്കാർ ഉള്ളവരൊക്കെ തന്നെ പോയിട്ടുണ്ടായിരുന്നില്ല, എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ടെൻറ്റ് കിട്ടുമെന്നൊന്നും ഡൗട്ട് ഉണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന് ടെൻറ്റ് കിട്ടി. അപ്പം നമ്മൾ വന്നപ്പോൾ സൂര്യൻ ഉദിച്ച് വരണുണ്ടായിരുന്നുള്ളൂ. അത്യാവശ്യം ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് മലയാളി ഫാമിലീസും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും ചായയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. ദോശയും, അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ദോശയും കിഴങ്ങറിയും ചമ്മന്തിയും ചായയൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ ഇരുന്ന് ബീച്ചിരുന്ന് കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട്. ഇതിപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് പയ്യനെ തിരിച്ച് പോവാണ് കേട്ടോ. ഒരു 6:30 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ തിരിച്ചിങ്ങോട്ട് പോകുന്നു. വെയിൽ നന്നായിട്ട് കൂടുന്നുണ്ടായിരുന്നു. പിന്നെ വീട്ടിലെത്തി 7:30 ആയപ്പോൾ വീട്ടിലെത്തി. അപ്പോൾ പിന്നെ ഇച്ചിരി നേരം കയറി കിടന്ന് ഉറങ്ങിയിട്ട് ഒരു 10 മണിയൊക്കെ ഇപ്പോൾ എണീറ്റിട്ടാണ് കേട്ടോ പിന്നെ ബാക്കിയുള്ള പണികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് എണീറ്റിട്ട് തന്നെ ഞാൻ എൻ്റെ ഫിഷിന് ഫുഡ് കൊടുക്കുകയാണ്. ഞാൻ ഒന്നരാടനാണ് ഫുഡ് കൊടുക്കുന്നത് ഫിഷിന്. ഇന്നിപ്പോൾ ഉച്ചക്കത്തേന് ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ചിക്കനും എല്ലാം ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അരി എടുത്ത് വെക്കുകയാണ് കേട്ടോ. ആവശ്യമുള്ളത് ഞാനൊരു 30 മിനിറ്റ് കുതിർക്കാൻ ഇട്ടിട്ടാണ് പിന്നെ വേവിക്കാനായിട്ട് വയ്ക്കുക. അപ്പോൾ അരി എടുത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ എൻ്റെ ഇന്നലെ സഫാരിയിൽ നമ്മൾ പോയിട്ടിപ്പോൾ ഒരു ചെടിച്ചട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ പനിക്കൂർക്ക ഉണ്ടായി. അപ്പോൾ അത് ഇരിക്കുന്ന ചട്ടി വന്നിട്ട് പൊട്ടിയതായിരുന്നു. അതുപോലെ ചെറിയ ചട്ടിയായിരുന്നു. അപ്പം മണ്ണില്ലാത്തതുകൊണ്ട് അത് നന്നായിട്ട് വളരുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഓർത്തപ്പോൾ സഫാരി പോയപ്പോൾ ചട്ടി വാങ്ങിയതാണ്. ഞാൻ മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതിനെ എടുത്ത് ജനലിൻ്റെ സൈഡിലേക്ക് വെക്കുന്നുണ്ട്. പിന്നെ രാവിലെ തന്നെ തൂത്ത് തുടച്ച് പിന്നെ കാണുന്ന സ്ഥലങ്ങളിലെല്ലാം അറിയാമല്ലോ, ഇവിടുത്തെ ചില ദിവസം നല്ല കാറ്റായിരിക്കും, ചില ദിവസം നോർമലായിരിക്കും. അപ്പോൾ പൊടിയൊക്കെ വരും. മെയിനായിട്ട് കാണുന്ന സ്ഥലങ്ങളിൽ ടേബിളിൻ്റെ മുകളിൽ ഒക്കെ അത്യാവശ്യം പൊടി കാണുന്ന സ്ഥലങ്ങളിലൊക്കെ നന്നായിട്ട് രാവിലെ തന്നെ തൂക്കുന്നതിന് മുന്നേ ഇതുപോലെ വെള്ളം സ്പ്രേ ചെയ്തിട്ട് ക്ലീനാക്കി കൊടുക്കാറുണ്ട്. ഇതിപ്പോൾ ഉച്ചത്തേനുള്ള അരി കഴുകിയിടാണ്. ഞാൻ പറഞ്ഞല്ലോ 30 മിനിറ്റ് വെച്ചിട്ടാണ് വേവിക്കാൻ ഇടാറ്. അപ്പോൾ അരിയെല്ലാം കഴുകി വെള്ളത്തിലിടുന്നുണ്ട്. ഫ്രൈഡ് റൈസിലേക്കുള്ള വെജിറ്റബിൾസ് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പം ക്യാബേജും ക്യാപ്സിക്കവും ബീൻസും ഒക്കെയാണ് ഇടുന്നത്. പിന്നെ ചിക്കനും എഗ്ഗും ഇടുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസായിരുന്നു കേട്ടോ ഇരുന്നത്. അപ്പോൾ ഞാനത് ഫ്രൈഡ് റൈസ് ഇടാനല്ലേ, അപ്പോൾ ബ്രസ്റ്റ് പീസ് മതിയല്ലോ.
അപ്പോൾ അത് ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ട് സെപ്പറേറ്റ് മസാല ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ആ ഒരു പരുവത്തിൽ ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും പെപ്പർ പൗഡറും അതുപോലെ ഗരം മസാലയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് കോൺഫ്ലവറും അതുപോലെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് അധികം വെള്ളം ഇട്ട് കുഴയ്ക്കാതെ, കാരണം ചിക്കനിൽ അത്യാവശ്യത്തിന് വെള്ളം ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് ഓവറായിട്ട് ഗ്രേവി ഒരുമാതിരി വെള്ളം പോലെ ആവാണ്ട് കുറച്ച് കുറച്ച് വെളിച്ചെണ്ണയോട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഞാൻ വെജിറ്റബിൾസ് എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ അരിയും വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ മാരിനേറ്റ് ചെയ്തത് ഒരു അരമണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് വറുക്കാനായിട്ട് ഇടുന്നുണ്ട്. ഇട്ടപ്പോൾ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നല്ലോ, പിന്നെ ലഞ്ച് ലേറ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ചിക്കന് അരമണിക്കൂർ വെച്ചുള്ളൂ. എന്നിട്ട് ഞാനത് ഫ്രൈ ചെയ്യാൻ ഇടുന്നുണ്ട്. അതുപോലെ പപ്പടം കൂടെ പൊളിച്ച് വെക്കുന്നുണ്ട്. സാലഡ് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഫ്രൈഡ് റൈസിലേക്ക് വേണ്ടിയിട്ടുള്ള മുട്ട ഞാൻ ചിക്കി എടുക്കുകയാണ്. ഞാനിപ്പം 2 നേരത്തേക്കുള്ള ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 3-4-5 മുട്ട ഞാൻ പൊട്ടിച്ചിട്ട് ചിക്കി എടുക്കുന്നുണ്ട്. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് വലിയ കാര്യമായിട്ടൊന്നും കാണിക്കുന്നില്ല. പിന്നെ വെജിറ്റബിൾസും കാര്യങ്ങളെല്ലാം ഇട്ട് സോയ സോസും ചില്ലി സോസും എല്ലാം ഇട്ട് റൈസും ഇട്ട് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന വറുത്ത് വെച്ച ചിക്കനും മുട്ടയും എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഉച്ചയ്ക്കത്തിനുള്ള ലഞ്ച്. അപ്പോൾ എല്ലാം റെഡിയായി വന്നപ്പോൾ ഒരു 1-1:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേന് നല്ല ആണ്ട് വിശന്നു, വെളുപ്പിനെ ഫുഡ് കഴിച്ചതല്ലേ. അപ്പം ഇന്നിപ്പോൾ ഫുഡ് റെഡിയായ പാടെ ഫുഡ് കഴിക്കുകയാണ്. ഇതിപ്പോൾ വൈകുന്നേരമായിട്ടോ. ഉച്ച കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ചിട്ട് കുറച്ച് നേരം കിടന്നിറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും ചെറിയൊരു മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരത്തേന് ചായയും, പിന്നെ ഞാൻ ഇന്നലെ തലേന്ന് ഞാൻ കുറച്ച് ചീസ് സമൂസ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അത് ഞാൻ വൈകുന്നേരത്തേക്ക് ചായക്ക് വറുത്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ വൈകുന്നേരമായപ്പോൾ നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കുറേ നേരം മഴയൊക്കെ പെയ്തതല്ലേ, അപ്പോൾ ഒന്ന് പയ്യനെ പുറത്തേക്കൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നിപ്പോൾ ഒരു ജീവൻ ഐലൻഡ് എന്ന് പറഞ്ഞിട്ട് കൊൽക്കത്തയിൽ ഒരു പുതിയൊരു ഐലൻഡ് ഉണ്ട്. അപ്പോൾ അവിടെ പോകാമെന്ന് വിചാരിച്ചിട്ട് 1-2 വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടേക്ക് പോയതാണ്.
പക്ഷെ നമ്മൾ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് അവിടെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. പല ബിൽഡിങ്ങും കാര്യങ്ങളും എല്ലാം പണി നടക്കുന്നുള്ളൂ, അതിൻ്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളെല്ലാം നടക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ അവിടെ കൊൽക്കത്തയിൽ യാക്ഷിൻ്റെയൊക്കെ അവിടെ വന്ന് കുറച്ച് നേരം നടന്നു. എന്തായാലും മഴയൊക്കെ പെയ്തുകൊണ്ട് അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നേരം നടന്നു കഴിഞ്ഞപ്പം പയ്യനെ ഒരു ഐസ്ക്രീം ഒക്കെ കഴിക്കാൻ വേണ്ടി സ്പാറിലേക്ക് കയറിയതാണ് കേട്ടോ. അപ്പോൾ അവിടെ അത്യാവശ്യം ഓഫറും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമാണ് സ്പാറിൽ കയറുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു ബാർബിക്യൂ ഗ്രില്ല് 24 റിയാൽസിന് അവിടെ ഓഫർ പ്രൈസ് ആയിരുന്നു. നമ്മളിത് സഫാരിലൊക്കെ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് ആയിരുന്നു. അപ്പോൾ 24 റിയാൽസിന് നമുക്കിത് കിട്ടി. അപ്പോൾ എന്തായാലും നല്ല ലാഭമാണെന്ന് വിചാരിച്ചു. മിക്കയിടത്തും നല്ല പ്രൈസ് ആയിരുന്നു, അപ്പം നമ്മളത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഈ ഒരു വീക്കെൻഡിലെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.